നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ദിനത്തിൽ എന്ന പോലെ വിവാദ ചുഴിയിലായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് ദിനത്തിലും പി ജയരാജൻ. അന്ന് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിലായിരുന്നുവെങ്കിൽ ഇന്ന് ആത്മകഥയുടെ പേരിൽ. ദേശാഭിമാനി ബോണ്ട് വിവാദം മുതൽ ജാവ്ദേക്കർ കൂടിക്കാഴ്ച വരെ മുഴുവൻ വിഷയങ്ങളിലും സ്വന്തം ഭാഗം വിശദീകരിക്കുന്ന കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തെ പക്ഷേ പി തന്നെ തള്ളിപ്പറഞ്ഞു. തൊട്ടുപിന്നാലെ വിവാദ കൊടുങ്കാറ്റ് ഉയർന്നു. ഞാൻ എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അങ്ങനെയുള്ള എൻ്റെ ആത്മകഥ എന്ന പേരിൽ ഞാൻ എഴുതിയിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളിൽ, ദൃശ്യമാധ്യമങ്ങളിൽ, ചാനലുകളിൽ കാണാനിടയായി. എൻ്റെ പുസ്തകം ഞാൻ അറിയാതെ എങ്ങനെ പ്രസിദ്ധീകരിക്കുക? ഇതിൻ്റെ ഫ്രണ്ട് കവർ പേജിൽ ആരും നിർദ്ദേശിച്ചിട്ടില്ല. അത് നിർദ്ദേശിക്കണമെങ്കിൽ ഇത് ആരെങ്കിലും ഒന്ന് ഏൽപ്പിക്കണ്ടേ? നിങ്ങൾ ഇത് ആരെങ്കിലും ഒരാൾ ഏൽപ്പിക്കണ്ടേ? ഇവരെ ഏൽപ്പിച്ചിട്ടില്ല. DC ബുക്സിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള CPM പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഇടയിലുള്ള മോശമായ അഭിപ്രായമാണ് പി ജയരാജന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. CPMൽ തന്നെ വലിയൊരു വിഭാഗം സഖാക്കൾ ഈ സർക്കാരിന് എതിരായ അതിശക്തമായ നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് DC-യിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി പോയിട്ടുണ്ടല്ലോ. ഇന്ന് ഒരിക്കലും ഇത് പബ്ലിഷ് ചെയ്യരുത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിച്ച് DC ബുക്സിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇത് ബുക്ക് സ്റ്റാളിൽ വരും. DC ബുക്ക് സ്റ്റാളിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വരേണ്ട ബുക്കാണത്. പ്രകാശനം തടയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് DC ബുക്സിന്റെ മീത്. 24-ലൂടെ പുറത്തുവന്ന വലിയ വാർത്തയിൽ വിവാദം മാത്രമല്ല, ഉത്തരം കാത്തുകിടക്കുന്ന വലിയ ചോദ്യങ്ങൾ കൂടി മുന്നിലുണ്ട്. പി ബോംബിൽ പരിക്കു പറ്റിയത് ആർക്കൊക്കെ? ഇന്ന് പരിശോധിക്കുന്ന എൻകൗണ്ടർ പ്രൈം പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM അതിഥികൾ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാനില്ല. മറ്റുള്ളവർ പാനലുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. കോൺഗ്രസിൽ നിന്ന് ശ്രീ റോജി എം ജോൺ MLA, കേരള കോൺഗ്രസ് നേതാവും ഇടത് സഹയാത്രികനുമായ ശ്രീ AH ഹാഫിസ്, BJP മൈനോറിറ്റി മോർച്ച നേതാവ് ശ്രീ ജിജി ജോസഫ്, രാഷ്ട്രീയ നിരീക്ഷകൻ മാധ്യമപ്രവർത്തകനുമായ ശ്രീ A സജീവൻ എന്നിവരാണ്. ശ്രീ A സജീവൻ, താങ്കളിൽ നിന്ന് ഞാൻ ഈ ചർച്ച തുടങ്ങാൻ ആലോചിക്കുന്നു. കാരണം ഇന്ന് ഈ വിവാദം യഥാർത്ഥത്തിൽ പി ജയരാജന്റെ ആത്മകഥാ രൂപത്തിൽ പുറത്തു വന്ന കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകം മാത്രമല്ല, അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പി രംഗത്ത് വരാൻ ഇടയായ സാഹചര്യം അടക്കം ഇതിനകത്ത് രാഷ്ട്രീയ സ്വഭാവം ഉള്ളതാണ്. ശ്രീ A സജീവൻ, താങ്കൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളെ കാണുന്നത്? അതിൽ താങ്കളുടെ ഒരു നിരീക്ഷണമാണ് ഈ ചർച്ചയിൽ നമുക്ക് തുടക്കത്തിൽ വേണ്ടത്. ഇതിലെ ഉള്ളടക്കം സംബന്ധിച്ച കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 24-ലൂടെ പുറത്തു വന്ന തൊട്ടു പിന്നാലെ പി ജയരാജൻ പറയുന്നത് ഇത് ഞാൻ എഴുതിയ പുസ്തകമല്ല, ഞാൻ പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല, ആത്മകഥ പൂർത്തിയായിട്ടുമില്ല, അതിൻ്റെ പണിപ്പുരയിലാണ്. പക്ഷേ DC ബുക്സ് പറയുന്നു ഇതിനോടകം തന്നെ ഇന്ന് ഈ അവരുടെ ഔട്ട്ലെറ്റുകളിൽ ഇന്ന് ഈ പുസ്തകം എത്തേണ്ടതായിരുന്നു, അവരുടെ സ്റ്റോറുകളിൽ. DC ബുക്സ് പറയുന്നത് നിർമ്മിതിയിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പ്രസിദ്ധീകരണം അല്പം വൈകുമെന്നാണ്. എവിടെയാണ് ഇതിലെ കള്ളക്കളികൾ ഉള്ളത്? എന്താണ് താങ്കൾക്ക് തോന്നിയത്? ഒന്നാമത്തെ കാര്യം, ഇന്ന് പുറത്തു വരേണ്ട പുസ്തകം അത് പ്രകാശന ചടങ്ങോട് കൂടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇന്ന് പുറത്തു വരേണ്ട പുസ്തകത്തിൻ്റെ നിർമ്മിതിക്ക് ഒരു സാങ്കേതിക തകരാറും ഇന്നുണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടാവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് പുസ്തകം തയ്യാറായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അപ്പോൾ ഈ പുസ്തകം എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പി ജയരാജൻ ഈ വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഞാൻ എഴുതിയതല്ല, അതുമായിട്ട് എനിക്ക് ബന്ധമില്ല, അതിൻ്റെ കവർ പോലും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ആർക്കും എഗ്രിമെൻ്റ് ഒപ്പിട്ട് കൊടുത്തില്ല. വളരെ കൃത്യമായിട്ടും ഇതാര് ആണ്, എവിടെയാണ് ഈ പരാജയം, എവിടെയാണ് ഈ കുഴപ്പം എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് സംഭവിച്ചത് മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ DC ഈ വ്യാജമായിട്ട് സാധാരണ രീതിയിൽ ഇങ്ങനെ പുസ്തകങ്ങൾ അച്ചടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എത്രയോ കാലമായിട്ട് DC കിഴക്കേമുറിയുടെ കാലം മുതൽ DC രവി ആണെങ്കിൽ അത് ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇതുവരെ അവർ വ്യാജമായിട്ട് പുസ്തകമുണ്ടാക്കി എന്നുള്ള ആരോപണം ഇല്ല. അതേസമയത്ത് ജയരാജൻ പറയുന്നത് ഞാൻ എഴുതിയ പുസ്തകം ഇപ്പോഴും പണിപ്പുരയിലാണ്, അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. DC വ്യാജമായിട്ടുണ്ടാക്കിയതാണ് എങ്കിൽ
ജയരാജൻ ഇപ്പോൾ പറയുന്നത് പോലെ നിയമ നടപടി എടുക്കുമെന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ നിയമ നടപടി ആദ്യമേ തുടങ്ങേണ്ടതാണ്. അദ്ദേഹം ഡി ജി പിക്ക് പരാതി കൊടുത്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്. ശരിയാണോന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ പോലീസ് ഈ നിമിഷം അത് വ്യാജരേഖ ഉണ്ടാക്കലാണ്. അത് DC രവി ആയാലും ആരായാലും ഈ നിമിഷം അതിനെതിരെ നടപടിയെടുക്കേണ്ട. DC രവിയെ അറസ്റ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കേസെടുക്കുകയോ ചെയ്യേണ്ട. അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് വളരെ കൃത്യമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട വ്യക്തി രവിയാണ്. കാരണം DC ബുക്സിന് എങ്ങനെ ഒരു പുസ്തകം ഇറക്കാൻ അവരുടെ ഇതുവരെയുള്ള സൽപ്പേരിന് മുഴുവൻ കളങ്കം ചാർത്തുന്ന ഒരു കാര്യമാണ് ഇത്. ഈ തരത്തിൽ വ്യാജമായിട്ട് പുസ്തകം ഉണ്ടാക്കിയെന്ന് പറയുന്നത് അത് വ്യാജരേഖ ചമക്കലെന്ന അതിൻ്റെ പരിധിയിൽപ്പെടുന്ന കേസായിട്ട് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ എഗ്രിമെൻ്റ് ഇതാണ് എഗ്രിമെൻ്റ് എന്ന് കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ്. ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് തോന്നുന്നു ജയരാജൻ്റെ പിന്നീട് 1, 2, 3 തവണ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വന്നപ്പോൾ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കോൺട്രഡിക്ഷൻ തോന്നിയിട്ടുള്ളത്, ഞാൻ ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്, അത് തയ്യാറാക്കി ടൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ആ ടൈപ്പ് ചെയ്യുന്നിടത്ത് നിന്ന് ഇവർ വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടൈപ്പ് ചെയ്യുന്നിടത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ആണ് വ്യക്തത വരുത്തുക. അത് വ്യക്തത സജീവൻ, അതിനിടയിൽ ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. താങ്കൾ പറഞ്ഞതുപോലെ പരാതി പോയിട്ടുണ്ട്. പരാതി പോയിരിക്കുന്നത് EP ജയരാജന്റെ പരാതി പോയിരിക്കുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫിനാണ്, DGPക്കാണ്. പക്ഷെ ആ പരാതിയിൽ എവിടെയും DC ബുക്സിനെ കുറിച്ച് ആക്ഷേപമില്ല. DC ബുക്സിനെ കുറിച്ച് EP ജയരാജന് പരാതിയുമില്ല. പക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞത്, ഞാൻ ഒരു പ്രസാധകനെയും ഏൽപ്പിച്ചിട്ടില്ല, ആരെയും പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുമില്ല. മാതൃഭൂമി ബുക്സ് പരിഗണനയിലുണ്ട്, DC ബുക്സ് ഉണ്ട്, ഏൽപ്പിച്ചിട്ടില്ല എന്ന്. പക്ഷെ DC ഔദ്യോഗികമായി അറിയിച്ചതാണ്. അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്, പേജിലാണ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഇതിൻ്റെ പ്രസിദ്ധീകരണം നീട്ടിവെക്കുന്നു. കാരണം നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മിതിയിലെ ചില സാങ്കേതിക തടസ്സങ്ങൾ. സ്റ്റോറുകളിൽ ഇന്ന് ബുക്ക് എത്തും എന്ന് പറഞ്ഞു, അവരെ പിന്നെ അറിയിച്ചു ഇന്ന് ബുക്ക് എത്തുന്നില്ല എന്ന് DC ബുക്സ് അറിയിച്ചു. പക്ഷേ DC ബുക്സിനെ കുറിച്ച് EP ജയരാജന് പരാതിയേ ഇല്ല. ഈ 24 ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിലാണ് അദ്ദേഹത്തിന് പരാതിയുള്ളത്. ഇത് എവിടെ നിന്ന് ചോർന്നു, ഇത് ചില തൽപര കക്ഷികൾ മെനഞ്ഞെടുത്തതാണ് എന്നൊക്കെയാണ് DGPക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നത്. എന്തിനാണ് ശ്രീ എ സജീവൻ ഇങ്ങനൊരു ഒളിച്ചുകൾ EP ജയരാജൻ നടത്തേണ്ട ആവശ്യം? തീർച്ചയായിട്ടും 24 ഇതിലൊരു ഭാഗമേ ആവുന്നില്ല. 24 വാർത്ത കൊടുത്തു. DC വളരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള അവരുടെ ഈ പുസ്തകത്തെക്കുറിച്ച് അതിൻ്റെ കണ്ടൻറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പരസ്യം ചെയ്താണ് പുസ്തകം വരാൻ പോകുന്നത്. അതിൽ സ്വാഭാവികമായിട്ടും പല പ്രസാധകരും അങ്ങനെ ചെയ്യാറുള്ളതാണ്. കാരണം അത് വിറ്റഴിക്കാനുള്ള ഒരു കച്ചവട തന്ത്രം തന്നെയാണ്. ആ കച്ചവട തന്ത്രം നടത്തി ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്, DCക്ക് വക്കീൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, DC മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വക്കീൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്ത ഇതാ ഇപ്പോൾ ഈ നിമിഷം വരുന്നുണ്ട്. അത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആ അർത്ഥത്തിൽ അത് നിലനിൽക്കില്ല. അല്ല നിലനിൽക്കും. ഗോപീഷൻ പറഞ്ഞത് ശരിയാണ്. വക്കീൽ നോട്ടീസ് കൊടുക്കുക എന്ന് പറയുന്നതല്ല. ഇതിൽ DGPക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു പാർട്ടിയെ ബാധിക്കുന്ന, ഒരു മുന്നണിയെ ബാധിക്കുന്ന, ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന കാര്യമാണ്. വ്യാജരേഖ ഉണ്ടാക്കലാണ്. അങ്ങനെ അത് ശരിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രീ സജീവൻ, ഞാൻ താങ്കളിലേക്ക് വരാം, ഇടപെടുകയല്ല. ഞാൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിവരങ്ങളുമായി. DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു EP ജയരാജൻ. ഇതിൽ DC മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഈ വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഫീദ് റാവുത്തർ ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ പൂർണ്ണമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, പറയൂ, DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ, എന്താണ് നോട്ടീസിൽ പറയുന്നത്? ഗോപികൃഷ്ണൻ, ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം CPM-നെ സമ്മർദ്ദത്തിലാക്കിയ, CPM-ന് പ്രതിസന്ധി സൃഷ്ടിച്ച ആ ഇടപെടലിൽ ഇപ്പോൾ EP ജയരാജൻ ആക്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DC ബുക്സിന് EP ജയരാജൻ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. താൻ അറിയാത്ത കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നതെന്നും DC ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അവർ നടത്തിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് EP ജയരാജന്റെ ആവശ്യം. ഇല്ലെങ്കിൽ നിയമ നടപടിക്ക് പോകുമെന്നും EP ജയരാജൻ ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. EP-യുടെ ഇക്കാര്യത്തിലെ വാദം, താൻ എഴുതാത്ത, തന്നോട് സമ്മതം ചോദിക്കാത്ത ആത്മകഥ താൻ അറിയാതെ പ്രകാശനം ചെയ്യുമെന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണെന്നാണ് EP ജയരാജൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കൂടാതെ താൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ലെന്നും EP പ്രതികരിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടന്നിട്ടുള്ളത് അത് പാർട്ടിക്കുള്ളിൽ നിന്നാണോ എന്ന് കണ്ടെത്തിയാലല്ലേ പറയാൻ പറ്റൂ എന്നുള്ളതായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് EP ജയരാജന്റെ തീരുമാനം. ഗോപികൃഷ്ണൻ.
ശരി, ഇ പി ജയരാജൻ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് രാവിലെ പറഞ്ഞതാണ്. അതിന്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം DGPക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട്. 24-ലൂടെയാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ 24-നെതിരെയും ആ പരാതി കൊടുത്തിട്ടുണ്ട് DGPക്ക്. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം DC ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. DC ബുക്സ് മാപ്പ് പറയണം എന്ന ആവശ്യമാണ് വെച്ചിരിക്കുന്നത്. DC പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണം എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീ A. സജീവൻ, താങ്കൾക്ക് തുടരാം. അല്ല, ഗോപീഷൻ വ്യാജരേഖ ഉണ്ടാക്കുന്നതിൽ എന്ത് മാപ്പ് പറയലാണ്? വ്യാജരേഖ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ്. അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് ഒരാൾ മാപ്പ് പറഞ്ഞുകൊണ്ട് പ്രശ്നം തീരുമോ? അതും ഒരു പ്രസ്ഥാനത്തെ, ഒരു മുന്നണിയെ, ഒരു തെരഞ്ഞെടുപ്പിനെ, ഒരു വലിയ രാഷ്ട്രീയ നേതാവിനെ ബാധിക്കുന്ന പ്രശ്നമാകുമ്പോൾ ഒരു മാപ്പ് പറയൽ കൊണ്ട് തീരില്ല. ഇത് സാധാരണഗതിയിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ SHOക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് കേസ് ചാർജ് ചെയ്യാവുന്ന ഒരു കുറ്റമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ പ്രൊസീജിയറാണ് ആദ്യം വേണ്ടത്. സ്വാഭാവികമായിട്ട് അദ്ദേഹം വേറെ വക്കീൽ നോട്ടീസൊക്കെ അയക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കേരള പോലീസിൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരു പരാതിയുണ്ട്. കേരള പോലീസിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ, DGPയുടെ മുമ്പിൽ പരാതി എന്നിരിക്കുന്നു. അദ്ദേഹം ഇത് ബന്ധപ്പെട്ട SHOക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് കേസ് ചാർജ് ചെയ്യാൻ പറയുകയും DC രവിക്കെതിരെ കുറ്റം ചുമത്തുകയും ചെയ്യണം. അതാണല്ലോ ചെയ്യുക. അത് ചെയ്യാതെ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് മാപ്പ് പറയണം എന്ന് പറയുന്നത് അത് ഒരു ഇതേപോലെ വ്യാജരേഖ ഉണ്ടാക്കൽ ആണ് എന്ന് EP ജയരാജന് അത്രയും ഉറപ്പുള്ളൊരു കേസാണ് എങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് മാപ്പ് പറയണം എന്നല്ലല്ലോ പറയേണ്ടത്. ഇത് വളരെ ഗുരുതരമായിട്ടൊരു ക്രിമിനൽ കുറ്റമാണ്. അതിൽ മാപ്പ് പറയലിൽ അവസാനിപ്പിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ചെയ്യാന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമല്ലേ? ശരി, ശ്രീ സജീവൻ, ഞാൻ ഇനി താങ്കളിലേക്ക് വരാം. ശ്രീ റോജി M. ജോൺ MLA അടുത്തേക്ക് ഞാൻ പോകുന്നു. ശ്രീ റോജി, ഇത് EP ജയരാജൻ വളരെ കാൽക്കുലേറ്റഡായി, വളരെ കണക്കുകൂട്ടലിൽ നടത്തിയിട്ടുള്ള ഒരു ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇന്നേ ദിവസം, അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിലായിരുന്നു അന്ന് EP ജാവദേക്കർ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവിട്ടതെങ്കിൽ ഇന്ന് ഈ പോളിംഗ് ദിനത്തിൽ ആ കൂടിക്കാഴ്ചയുടെ കാര്യങ്ങൾ വിശദീകരിക്കാനിടയായ സാഹചര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ ആത്മകഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ 24-ലൂടെ പുറത്തു വന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും EP-യുടെ നീക്കത്തിന്റെ അർത്ഥം? അതല്ല, അദ്ദേഹം പോലും അറിയാതെ അദ്ദേഹം നിഷ്കളങ്കമായി നിൽക്കുകയും ഈ വിവരങ്ങളൊക്കെ മറ്റൊരു വഴിയിലൂടെ ചോർന്നു പോവുകയും ചെയ്തു എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതല്ലെങ്കിൽ EP-ക്ക് ഇതിലൂടെ ഒരു രാഷ്ട്രീയ ദൗത്യം നിറവേറ്റാൻ ഉണ്ടെന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? കോൺഗ്രസ് സംശയിക്കുന്നുണ്ടോ? ഗോപീഷ്ണൻ ആദ്യമേ തന്നെ ഈ ബുക്ക് പുറത്തുവിട്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങൾ പുറത്തു വന്നത്, അതിൻ്റെ പിന്നിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് എന്ന് CPM പറയാതിരുന്നതിനകത്ത് ഞങ്ങൾക്ക് വലിയ നന്ദിയുണ്ട് അവരോട്. കാരണം സാധാരണ നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണെങ്കിൽ അവർ അതിൻ്റെ പറയേണ്ട മറുപടി ഷാഫി പറമ്പിലിൻ്റെ സംവിധാനത്തിലുണ്ടായ ഒന്നാണെന്നാണ് പറയേണ്ടത്. എന്തായാലും നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഹാംലെറ്റ് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള നാടകത്തിൽ അതിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വരികളുണ്ട്. സംതിങ് ഈസ് റോട്ടൺ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക്. ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്നാണ്. EP-യുടെ ഈ പുസ്തകം നമുക്ക് കാണുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്ക് കാണുമ്പോൾ CPM-നകത്ത് എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങിയ ഘട്ടത്തിൽ പാലക്കാട് ഒരു കത്ത് വിവാദവുമായിട്ടാണ് കോൺഗ്രസിൽ ഏതാണ്ടൊക്കെ കുഴപ്പങ്ങളുണ്ട് എന്ന നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചർച്ചകളൊക്കെ ആരംഭിച്ചത്. ആ ചർച്ചകളൊക്കെ അന്ന് കോൺഗ്രസിനെതിരെ തിരിച്ചുവിട്ട ആളുകൾ ഇപ്പോൾ ആ കുഴിയിൽ തന്നെ വീണ് നിൽക്കുന്നു. ഒരു പേജുള്ള ഒപ്പിടാത്ത ഒരു കത്തിനെക്കുറിച്ച് ചർച്ച ചെയ്ത ആളുകൾ ഇപ്പോൾ 180 പേജുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന, അതിനെ ന്യായീകരിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇവിടെ താങ്കൾ ചോദിച്ച ചോദ്യം, EP ജയരാജൻ്റെ ഇത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ഒന്നാണ് എന്ന് കാണാൻ സാധിക്കുമോ എന്ന്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുണ്ടായ പ്രകാശ് ജാവദേക്കറുമായി ബന്ധപ്പെട്ട വിവാദം നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. ഞാനിതിനെ ഇപ്പോൾ കാണുന്നത് അതിന് മുൻപ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ്, നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് സാക്ഷാൽ VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ആ കാഴ്ച നമ്മളാരും മറക്കാനിടയില്ല. അപ്പോൾ അന്ന് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയതും, അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പ്രകാശ് ജാവദേക്കറെ ആദ്യം കണ്ടില്ല എന്ന് പറഞ്ഞ EP ജയരാജൻ പിന്നീട് ഞാൻ കണ്ടു എന്നും സംസാരിച്ചു എന്നുമൊക്കെ സമ്മതിക്കുന്നതും, ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇത് പുറത്തു വരുന്നതുമൊക്കെ നമുക്ക് ഇതെല്ലാം ഒന്ന് കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ CPM-നകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീർണത, CPM എന്ന് പറയുന്ന ഒരു കേഡർ പ്രസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു കുടുംബ സ്വത്താക്കി മാറ്റുവാനായിട്ട് നടക്കുന്ന ഒരു പരിശ്രമം, അതിനെതിരെ പല കോണുകളിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ PV അൻവറൊക്കെ
LDFിൻ്റെ MLA ആയിട്ടുള്ള PV അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. അത് CPM-നകത്തുള്ള അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തെറ്റായ പ്രവണതകളെക്കുറിച്ചാണ്. ഇനിയിപ്പോൾ EP ജയരാജൻ്റെ ഈ പുസ്തകം അത് EP ജയരാജൻ്റെ മിത്രങ്ങളാണോ അല്ലെങ്കിൽ CPM-ൻ്റെ മിത്രങ്ങളാണോ ശത്രുക്കളാണോ ഇത് പുറത്തുവിട്ടത് എന്നാണ് നമ്മളിനി അന്വേഷിക്കേണ്ടത്. ഒരുപക്ഷെ ഈ പാർട്ടി ഇങ്ങനെ പോയാൽ പോരാ, ഈ പാർട്ടിയിൽ തെറ്റുതിരുത്തലുകൾ ആവശ്യമായിട്ടുണ്ട്. ഇത് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇത് കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്ന് കരുതുന്ന, പാർട്ടിയിൽ തെറ്റുതിരുത്തൽ ആവശ്യമായിട്ടുണ്ട് എന്ന് കരുതുന്ന കുറേ പാർട്ടിക്കാരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ പാർട്ടി നന്നാവണം എന്ന് വിചാരിക്കുന്ന EP ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പുസ്തകത്തിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ ഇത് പുറത്തു വന്നതിൻ്റെ പിന്നിലോ ഉണ്ടാവാം എന്ന് നമുക്ക് ന്യായമായിട്ട് സംശയിക്കാം. അല്ലെങ്കിൽ പാർട്ടിയോട് ശത്രുതയുള്ള ആരെങ്കിലും ഇത് ചെയ്തതാണോ എന്ന് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാം. അത് കൃത്യമായിട്ട് ഇവിടെ നേരത്തെ സജീവൻ സാർ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ടും ഇത് വക്കീൽ നോട്ടീസിൽ നിൽക്കുന്ന ഒരു വിഷയമല്ല എന്നുള്ളതും കൃത്യമായിട്ട് വ്യാജരേഖയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ബോധ്യമുണ്ടെങ്കിൽ ആ നിലയിൽ കേസെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു വിഷയമാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനിനി ഒരു കാര്യം പറയട്ടെ, ഗോപികൃഷ്ണൻ ചോദിച്ചുള്ള ഇത് EP നിഷ്കളങ്കമായിട്ട് ചെയ്ത ഒന്നാണോ എന്ന്. EP അദ്ദേഹം പല കാര്യങ്ങളും പറയും, അത് മാറ്റി പറയുമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാം, അദ്ദേഹം അത്ര നിഷ്കളങ്കനാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞു ഇത് എൻ്റേതല്ല, ഒരു സിനിമയ്ക്കകത്ത് ജഗതി പറയുന്നത് പോലെ, പറയാൻ പറ്റുമോ എന്നറിയില്ല, ഇത് എൻ്റെ ഗർഭമല്ല, എൻ്റെ ഗർഭം എൻ്റേത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞതുപോലെ EP ജയരാജൻ കാര്യം ഇത് നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ഇത് അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ പരിശോധിക്കുമ്പോൾ, ഞാൻ മുഴുവൻ വായിച്ചില്ലെങ്കിലും ഞാൻ അതിനകത്തൂടെ കുറേ കണ്ണോടിച്ച് പോവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ജന്മം മുതൽ അല്ലെങ്കിൽ ഓർമ്മ വെച്ച നാൾ മുതലുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹം SFIയിൽ പ്രവർത്തനം ആരംഭിച്ച കാര്യങ്ങൾ, അതിനുശേഷം യുവജന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചത്, അദ്ദേഹം 60കളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്താ പറയുന്ന കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയപ്പോൾ അതിൽ നിന്നും ഭക്ഷണ സാധനങ്ങൾ എടുത്ത് അവിടെയുള്ള ആളുകൾക്ക് വിതരണം ചെയ്തത്, അതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്ത് 60കളിലെ കഥകളാണ്. അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലത്തെ കഥകൾ, പിന്നീട് പാർട്ടി സെക്രട്ടറി ആയ സമയത്ത് ജില്ലാ സെക്രട്ടറി, അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ദേശാഭിമാനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹം പാർട്ടി LDFിൽ നിന്ന് അദ്ദേഹം കൺവീനർ സ്ഥാനത്ത് മാറ്റപ്പെട്ട എന്ന് പറഞ്ഞാൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ EP പലവട്ടം അല്ലെങ്കിൽ EP അറിയാവുന്നവർക്കും EP-യുടെ ചരിത്രം അറിയാവുന്നവർക്കും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അറിയാവുന്നവർക്കും ഒരു കാരണവശാലും ഇത് EP-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ഇതിനൊന്നും വന്നിരിക്കുന്ന കാര്യങ്ങൾക്കൊന്നും EP-യുമായി ബന്ധമില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. EP-യുമായിട്ട് അടിമുടി ബന്ധപ്പെട്ട് കിടക്കുന്ന, പ്രഥമ ദൃഷ്ടിയ വായിക്കുന്ന ആർക്കും വിശ്വസിക്കാൻ സാധിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ബയോഗ്രഫി എന്ന രീതിയിൽ പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതിനെ പൂർണ്ണമായിട്ടും വായിക്കുന്ന ഒരാൾക്ക്, കണ്ടന്റ് കാണുന്ന ഒരാൾക്ക് ശ്രീ റോജി വന്നിരിക്കുന്നത്. പക്ഷെ അതിലൊരു ചെറിയ സംശയം, ഓട്ടോബയോഗ്രഫി. അതെ, അതിലൊരു ചെറിയ സംശയം റോജി. അതായത് അങ്ങനെയാണെങ്കിൽ സ്വന്തം പാർട്ടിയെയും ഇടതുമുന്നണി സർക്കാരിനെയും പാർട്ടിയെയും അതിലെ സമുന്നതരായ നേതാക്കളെയും ഒക്കെ പ്രതിരോധത്തിലാക്കും വിധം ഇതിന്റെ ഉള്ളടക്കം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിൽ തന്നെ പുറത്തു വരണമെന്ന ശാഠ്യവും EP-ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെയാണോ കോൺഗ്രസിൽ നിന്ന് സംശയിക്കുന്നത്? കാരണം ഇതിലെ ഉള്ളടക്കത്തിന്റെ ഇത്രയും വിവരങ്ങൾ പുറത്തു വന്നപ്പോഴും പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് CPM പ്രവർത്തകർക്ക് തന്നെയുള്ള അഭിപ്രായമാണ് EP ജയരാജനിലൂടെ പുറത്തു വന്നതെന്നുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അത് കേവലം ഒരു രാഷ്ട്രീയ പ്രതികരണം എന്നതിനപ്പുറത്ത് ഇതിനകത്ത് ഉള്ളടക്കം സംബന്ധിച്ച കാതലായ കാര്യങ്ങളോടുള്ള ഒരു പ്രതികരണമായില്ലല്ലോ. അല്ല, ഇപ്പോൾ ഗോപികൃഷ്ണൻ്റെ ആ ചോദ്യത്തിൽ തന്നെ അങ്ങനെ ഒരു സംശയം ന്യായമായിട്ടും ഗോപികൃഷ്ണനും ഉണ്ട് എന്നുള്ളത് ആ ചോദ്യത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. അപ്പോൾ അതാർക്കും ഉണ്ടാകാവുന്ന വളരെ ന്യായമായിട്ടുള്ള ഒരു സംശയമാണ്. ഒന്ന്, EP ജയരാജൻ ഒരു കാര്യം നമുക്ക് ഒന്നുകൂടി അറിയാം. ഇപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ എഴുതിയതല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാറ്റിപ്പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യമായാലും, നിയമസഭാ കയ്യാങ്കളി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിലും, ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും, അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വൈദേഹം റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം മാറ്റിപ്പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ EP അത്ര നിഷ്കളങ്കനായിട്ടുള്ള ആളാണെന്നൊന്നും നമ്മൾ കരുതുന്നില്ല, അല്ലെങ്കിൽ അത് നിഷ്കളങ്കനെന്ന് ഞാൻ വാക്കല്ല, അദ്ദേഹം ബുദ്ധിയില്ലാത്ത ആളാണ് എന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. കാരണം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പാർട്ടിയുമായിട്ട് അദ്ദേഹം അകലുന്ന ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിസോർട്ടിൻ്റെ ഓഹരികൾ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖറിൻ്റെ നിരാമായ കമ്പനിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു തരത്തിലും റിസോർട്ടിനെ ബാധിക്കരുത് എന്നുള്ള ബുദ്ധി അദ്ദേഹത്തിനൊക്കെ ഉണ്ട്. കാരണം ഒരു കാല് ഇവിടെ CPM-യുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റേ കാല് BJP-യുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചവിട്ടി നിൽക്കുന്നയാളാണ് EP ജയരാജൻ. അതൊക്കെ സേഫായിട്ട് കളിക്കാൻ അറിയാവുന്ന ആളാണ് EP. പക്ഷേ
അദ്ദേഹത്തിന് പാർട്ടിയിലുണ്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വവുമായിട്ടുണ്ടായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ അകൽച്ച, അല്ലെങ്കിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കിൽ പറഞ്ഞാൽ രാത്രിക്ക് രാത്രി പാർട്ടി മാറുന്ന അല്ലെങ്കിൽ മറുകണ്ഠം ചാടുന്ന സരിനെ മനസ്സിലാക്കുവാനായിട്ട് പാർട്ടിക്ക് സാധിച്ചു. പക്ഷേ ഇത്രയും കാലം പാർട്ടിയോടൊപ്പം നിന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കുവാനായിട്ട് പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ള വിഷമം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 1-നാണ് അന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാനൊരു ആത്മകഥയിലൂടെ ഞാനത് പറയും എന്ന് അദ്ദേഹം നമ്മൾ കേരള സമൂഹത്തോട് അന്ന് തന്നെ അങ്ങനെയാണെങ്കിൽ EP പറഞ്ഞ പല കാര്യങ്ങളിലും വൈരുദ്ധ്യമുണ്ട്. കാരണം അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ് ഈ പരിപ്പുവടയും കട്ടൻ ചായയും ഒക്കെ കുടിച്ച് കഴിയാനുള്ളവരാണോ എന്നും എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റുകൾ എന്ന് EP മുൻപ് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. പക്ഷെ അദ്ദേഹത്തിന്റെ ആത്മകഥയ്ക്കിട്ട പേര് തന്നെ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നാണ്. പിന്നെ ഇൻഡിഗോ ഫ്ലൈറ്റ് ബഹിഷ്കരിച്ച EP പിന്നീട് ഇൻഡിഗോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എണ്ണി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ശ്രീ റോജി എം ജോൺ, ഞാൻ ഏതായാലും ഒരു ചെറിയ ഇടവേള എടുക്കുക. എനിക്ക് ശ്രീ ആഫീസിലേക്കും അതോടൊപ്പം തന്നെ BJP ന്യൂനപക്ഷ മോർച്ച നേതാവ് ശ്രീ ജിജി ജോസഫിലേക്കും പോകണം. ഞാനൊരു ചെറിയ ഇടവേള ആദ്യം എടുക്കുന്നു. നമുക്ക് മറ്റു 2 അതിഥികൾ കൂടിയുണ്ട്. EP ജയരാജന്റെ വിവാദമായ ആത്മകഥയിലെ ഉള്ളടക്കം പുറത്തു വരികയും അതിനെ തള്ളിപ്പറയുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ EP ജയരാജൻ ഉദ്ദേശിച്ചത് എന്താണ്, ഇതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത്, രാഷ്ട്രീയ കേരളത്തിൽ ഇനി ഈ പുസ്തകത്തിലെ ഏടുകൾ ഏത് വിധത്തിലാണ് ചർച്ചയാകാൻ പോകുന്നത്? എൻകൗണ്ടർ പ്രൈം ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. EP ജയരാജന്റെ ആത്മകഥയായ പുസ്തകത്തിലെ പ്രധാന ഭാഗങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ അത് തള്ളിപ്പറയുകയെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വാദങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ H. ഹാഫിസ്, ശ്രീ ഹാഫിസ്, ഇവിടെ ഈ സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന ഉള്ളടക്കം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, അതും ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിൽ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ EP സ്വയം സുരക്ഷിതനാകാൻ വേണ്ടി എടുത്ത തന്ത്രമല്ലേ ഇത്? ഞാൻ എഴുതിയ പുസ്തകമല്ല എന്നും ഇതിൽ മറ്റാരൊക്കെയോ എന്തൊക്കെ എഴുതി ചേർത്തിട്ടുണ്ടെന്നും ആരെയും ഇതിന് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നും ഇതിനെതിരെ ഞാൻ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്നുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ, അതല്ലെങ്കിൽ പിന്നെ എന്താണ്? ഞാൻ ഗോപികൃഷ്ണൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പൂർത്തിയാക്കാനുള്ള സമയം, മാന്യമായൊരു സമയം ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനിടയിൽ നിന്ന് ഇടപെടലുകൾ ഞാനിത് പറയാൻ കാരണം നമ്മൾ തമ്മിൽ ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും ഒന്നിച്ച് ചർച്ചയ്ക്ക് ഇരുന്നപ്പോൾ അങ്ങ് ഞാൻ സംസാരിക്കുന്ന സമയങ്ങളിലൊക്കെ ശക്തമായി ഇടപെട്ടുകൊണ്ട് ഞാൻ പിന്നീട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ CPM സഹകരിക്കുന്നില്ല, ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി വരണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനപ്രകാരം അവിടുത്തെ അനുമതിയോടെയാണ് ഞാൻ പങ്കെടുത്തത്. അതുകൊണ്ട് എനിക്കിനി പറയാമല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? അല്ല, കേൾക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ പുറത്താണോ നമ്മൾ ഈ ഡിസ്കഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെന്റ് ജയരാജൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്, ഞാനങ്ങ് മാറി തരും ഇടയ്ക്ക്. അതിനകത്ത് വേറൊന്നും തോന്നരുത്. അത് ആദ്യമേ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. താങ്കളുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീ സജീവൻ 1-2 കാര്യങ്ങൾ ഇവിടെ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് ബഹുമാനപ്പെട്ട സഖാവ് EP ജയരാജൻ പരാതി നൽകിയതിൻ്റെ തൊട്ട് പുറകെ DC രവിയെ അറസ്റ്റ് ചെയ്തില്ല, കേസെടുത്തില്ല. ഇന്നിപ്പോൾ പഴയ IPC നിയമമല്ല, നമ്മുടെ കാലത്തെ നിയമമല്ല. കഴിഞ്ഞ 2024 ജൂലൈ മാസം 1-ാം തീയതി തൊട്ട് പുതിയ ഒരു ക്രിമിനൽ നടപടിക്രമവും അതിന് ഭാരതീയ ന്യായ സംഹിത BNS എന്ന് പറഞ്ഞ IPCക്ക് പോലുള്ള ഒരു വകുപ്പുമാണ്, ഒരു നടപടിക്രമമാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്, ശിക്ഷാ നടപടിക്രമം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പരാതി വന്നാൽ ഉടനെ ഓടിച്ചെന്ന് പ്രതിയെ തൂക്കി അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്യുന്ന രീതിയല്ല, മറിച്ച് ഇതിനകത്ത് പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം മാത്രമായിരിക്കും ആ കേസെടുക്കാൻ സാധ്യതയുള്ളത്. അങ്ങനെ കേസെടുത്താൽ അതിനകത്ത് എത്ര ഉന്നതരായാലും ശരി, ഇനി പറയുന്ന 24 ന്യൂസാണ് വ്യാജമായ വാർത്തയാണെങ്കിൽ 24 ന്യൂസ്, DC ബുക്സാണ് ഈ കേസിൽ വ്യാജമായി കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ DC ബുക്സ് പ്രതിയാകട്ടെ. അതിനുള്ള ഒരു 2-3 ദിവസത്തിൻ്റെ ക്ഷമയെങ്കിലും നിങ്ങൾ കാണിക്കണം, അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ക്ഷമ നിങ്ങൾ കാണിക്കുക. നമുക്ക് ഈ കാര്യത്തിന് എടുകൊടുക്കുക ചോറും കറി എന്ന് പറഞ്ഞാൽ മന്ത്രവടിയൊന്നുമായിട്ടല്ല നമ്മൾ ഈ കാര്യത്തിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത്. പിന്നെ അങ്ങ് പറഞ്ഞു വക്കീൽ നോട്ടീസ് അയച്ച കാര്യം. വക്കീൽ നോട്ടീസ് അയച്ചത് എന്താണ്? വക്കീൽ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ആ വക്കീൽ നോട്ടീസിൽ തന്നെ നിങ്ങൾ തന്നെ ഈ വാർത്ത വിട്ടുപോലെ ആ വക്കീൽ നോട്ടീസിൻ്റെ ഇവിടെ കാണിച്ച വക്കീൽ നോട്ടീസ് അത് ശരിയായൊരു രീതിയുള്ളൊരു വക്കീൽ നോട്ടീസാണ് എന്നെനിക്ക് തോന്നുന്നില്ല. അത് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല. കാരണം ബഹുമാനപ്പെട്ട സഖാവ് EP ജയരാജൻ സഖാവിൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണൻ നമ്പ്യാർ എന്നാണ്, ഇവിടെ കൃഷ്ണൻ നായർ എന്നാണ് നിങ്ങളെ കാണിച്ച വക്കീൽ നോട്ടീസിൽ ഞാനിപ്പോൾ ഈ
ക്യാമറയ്ക്ക് മുന്നിൽ എൻ്റെ സ്ക്രീനിനകത്ത് കണ്ടത്. അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അത് ചിലപ്പോൾ അത് ടൈപ്പിംഗ് എററാകാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമോ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നത്. വക്കീൽ നോട്ടീസിൽ പറയുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രചരിപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അടിയന്തരമായി പിൻവലിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അദ്ദേഹം തന്നെ രാവിലെ തന്നെ ഡിസ്ഓൺ ചെയ്തപ്പോൾ തന്നെ നമ്മൾക്കൊരു കാര്യം മനസ്സിലായി. അത് അദ്ദേഹം പറഞ്ഞ വരികളല്ലാത്ത, അദ്ദേഹം പറഞ്ഞ വാക്കുകളല്ലാത്ത കാര്യങ്ങൾ ഇതിനുള്ള ഇടയിലേക്ക് കയറി വന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. ഈ സത്യത്തിൻ്റെ നമ്മളൊരു ബുക്കോ കാര്യങ്ങളോ എന്നതല്ല, ഒരു കാര്യം പറയുന്നതിനകത്ത് തന്നെ സത്യത്തിൻ്റെ ഇടയിലേക്ക് എന്താ പറയുന്നത്, ഏത് ഗീബൽസിൽ നിന്നുണ്ടെങ്കിലും സത്യത്തിൻ്റെ മേമ്പൊടി ചേർത്ത് പ്രചരിപ്പിക്കുക എന്നുള്ള ഒരു വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. സഖാവ് വി.പി. ജയരാജൻ ബുക്ക് എഴുതുന്നുണ്ട്. ആ ബുക്ക് പിന്നെ ശ്രീ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ, റോജു പറഞ്ഞതുപോലെ അത് ബയോഗ്രാഫി അല്ല, ഓട്ടോബയോഗ്രാഫിയാണ്. ആ ഓട്ടോബയോഗ്രാഫി എഴുതുന്ന അദ്ദേഹം ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ പറഞ്ഞ കാര്യമല്ല, അതിൻ്റെ കവർ ഡിസൈനിങ് ഞാൻ ചെയ്തിട്ടില്ല, ഇതിൻ്റെ ഹെഡിങ് ഇതല്ല, ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുവെന്ന്. അതിനെനിക്ക് വേറെ വലിയൊരു തമാശയും കൂടെ കേട്ടു. ഇത് ഷാഫിയും രാഹുലുമൊക്കെ മാങ്കൂട്ടുമൊക്കെ ചേർന്ന് ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞില്ലെന്ന്. എൻ്റെ പൊന്ന് MLA, ഇത് എന്തോന്ന് കഷ്ടമാണ്. കൊടുങ്കാറ്റിൽ ആന പാറുമ്പോഴാണോ ഇവിടെ കോണകം പാറിയ കഥ പറഞ്ഞു വിടുന്നത്? പിന്നെ E.P. ജയരാജൻ്റെ ഗർഭത്തെക്കുറിച്ച് പറഞ്ഞു. അതളക്കാൻ ഒരു ഇടതുപക്ഷ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിൽ പറയുന്നു, ഒരു കോൺഗ്രസ്സുകാരനും അത്രയൊന്നും ആയിട്ടില്ല, അത്ര ആകാൻ നോക്കുകയും ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഇതിൽ ഏത് ഭാഗമാണ് എഴുതി ചേർത്തതായി താങ്കൾ പറയുന്നത്? ഇതിൽ ഏത് ഭാഗമാണ്? ഞാനൊരു ഒറ്റ കാര്യം, ഞാൻ ഇടപെടുകയാണെന്ന് താങ്കൾ തെറ്റിദ്ധരിക്കരുത്. കാരണം താങ്കളെ തടസ്സപ്പെടുത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ന്യായമായ ഇടപെടലാണ്. അതെ, ഇതിനകത്ത് 3 ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും എന്ന തലക്കെട്ടിൽ ഒരു ഭാഗമുണ്ട്. താങ്കൾ വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാനൊന്ന് താങ്കൾക്ക് വായിച്ചു തരാം. പ്രേക്ഷകർ വായിക്കാത്തവർ കേൾക്കട്ടെ. സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത്. വോട്ടെടുപ്പിന് മുൻപ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം. ഏതായാലും അത് കഴിഞ്ഞാകുമെന്നുള്ളത് കൊണ്ട് തുറന്നു പറയാമല്ലോ. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണിയുടെ, അങ്ങനെ തുടങ്ങി അദ്ദേഹം ഒരു കാര്യത്തിലേക്ക് കടക്കുന്നു. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പാലക്കാട്ട് LDF സ്ഥാനാർത്ഥിയുടെ വിഷയവും ചർച്ചയാകുമല്ലോ. ഡോക്ടർ P. സരിൻ തലേ ദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു. അത് കിട്ടാതായപ്പോൾ ഇരുട്ടി വെളുക്ക് മുൻപുള്ള മറുകണ്ഠം ചാടൽ, ശത്രുപാളയത്തിലെ വിള്ളൽ പരമാവധി മുതലെടുക്കണമെന്നത് നേര് എന്ന് തുടങ്ങി അദ്ദേഹം പിന്നീട് പറയുന്നത് സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് ശരിയോ തെറ്റോ എന്ന് കാലം തെളിയിക്കട്ടെ. ഇങ്ങനെ തുടങ്ങി ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച, ശോഭാ സുരേന്ദ്രനെ കണ്ട കാര്യം, അവസരവാദവും പാലക്കാട് തെരഞ്ഞെടുപ്പും പാർട്ടിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ, സ്ഥാനാർത്ഥി നിർണയം പാളിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തിരുത്തൽ വേണം ഈ പാർട്ടിക്ക്, പറഞ്ഞാൽ പോരാ എന്ന് പറയുന്നത്, 2ാം പിണറായി സർക്കാരിനെ വിലയിരുത്തിക്കൊണ്ട് നടത്തുന്ന നിരീക്ഷണങ്ങൾ, ഇതിൽ ഏത് ഭാഗമാണ് ശ്രീ ഹാഫിസ് താങ്കൾ കരുതുന്നത് EP എഴുതാതെ എഴുതി ചേർക്കപ്പെട്ടതാണെന്ന്? E.P. ജയരാജന് തൻ്റെ ആത്മകഥ എഴുതുമ്പോൾ അദ്ദേഹം തന്നെയാണ് ഏത് ഭാഗമാണ് താൻ എഴുതിയതെന്നും ഏത് ഭാഗമാണ് എഴുതാത്തതെന്നും വ്യക്തമാക്കേണ്ട കാര്യമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ദിവസത്തിൽ ഒരു അജണ്ട, ഒരു ഹിഡൻ അജണ്ട പോലെ തന്നെ ഇത് മാനിപ്പുലേറ്റഡായി ഈ കാര്യങ്ങൾ പുറത്തു വരികയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പോലുമില്ല, ഞാൻ ചിന്തിക്കാത്ത കാര്യമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് P. സരിന് വേണ്ടി നാളെ ടെലസ്കോപ്പ് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയുമായി സഖാവ് E.P. ജയരാജൻ പാലക്കാട്ടെത്തുക. നിങ്ങൾ പറയും, നിങ്ങളിവിടെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അത് വരുന്നത്. അങ്ങനെയല്ല. ഈ മാസം നവംബർ മാസം 14-ാം തീയതി വൈകുന്നേരം നേരത്തെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അഭ്യർത്ഥന പ്രകാരം, പാലക്കാട്ടത്തെ ഇടതുപക്ഷ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന പ്രകാരം സഖാവ് E.P. ജയരാജൻ ഡേറ്റ് കൊടുത്തിട്ടുള്ളതാണ്. നേരത്തെ ചാർട്ട് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. സഖാവ് E.P. ജയരാജൻ ഇസഡ് സുരക്ഷാ കാറ്റഗറി ഇനത്തിൽപ്പെട്ടൊരു ഗൺമാൻ, അതായത് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർമാരുമായി സഞ്ചരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ സഞ്ചാരപഥങ്ങളും റൂട്ടും കാര്യങ്ങളുമെല്ലാം കൃത്യമായി തന്നെ നേരത്തെ സ്പെഷ്യൽ ബ്രാഞ്ചിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെ നിങ്ങൾ ബ്രേക്ക് ചെയ്തതിന് വേണ്ടി സഖാവ് E.P. ജയരാജൻ പോയി സരിന് വേണ്ടി പ്രസംഗിക്കുന്നു, സരിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ കഷ്ടമാണ് തോന്നുന്നത്. നിങ്ങളാണ് ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്, മറ്റ് ചാനലുകളെല്ലാം നിങ്ങളുടെ മുമ്പേ പുറകെയാണ് എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ E.P. ജയരാജൻ എന്ന് പറഞ്ഞ പച്ചയായ മനുഷ്യനെ, നിഷ്കളങ്കരായ മനുഷ്യനെ ഈ നിങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഒരു അജണ്ടയുടെ ഭാഗമായി വലിച്ചെടുത്ത് അദ്ദേഹത്തെ മോശക്കാരനാക്കാൻ നോക്കിയപ്പോൾ നിങ്ങളാണ് മോശക്കാരനാക്കിയത്. നിങ്ങളുടെ പിന്നാലെയാണ് മറ്റ് ചാനലുകൾ. നിങ്ങൾ പറയുമ്പോൾ ആണ്ടി വലിയ അടികാരനാണെന്ന് ആണ്ടി പറഞ്ഞു. ആരാ പറയുന്നത്? ആണ്ടിയാണ് പറയുന്നത്, വേറെ ആരും പറയത്തില്ല.
ഈ ഒരു പത്രം എന്ന വാർത്ത നിങ്ങൾ ബ്രേക്കിംഗ് ആയി എടുത്ത് അദ്ദേഹത്തിൻ്റെ കൃത്യമായ മറുപടി ചെയ്തു. അദ്ദേഹം അത് ഡിസോൺ ചെയ്തതോടുകൂടി ആ കാര്യത്തിൽ അവിടെ തീരാമെന്നൊരു വിഷയം ഇപ്പോഴും എന്താ ഗോപികൃഷ്ണ അങ്ങ് വായിക്കുന്നത്? സ്നേഹത്തോടാണ് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എഴുതിയെന്ന്. അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹം എഴുതിയല്ല. അദ്ദേഹം DGPക്ക് പരാതി കൊടുക്കുമ്പോൾ DC ബുക്സിനെതിരെ കൊടുക്കണമായിരുന്നു, കൊടുത്തിട്ടില്ലല്ലോ. DC ബുക്സ് ഞങ്ങൾ പറഞ്ഞതാണോ? ശ്രീ ഹാഫീസ്? DC ബുക്സ് പറഞ്ഞതാണ് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഈ പ്രസിദ്ധീകരണം നീട്ടിവെക്കുന്നു സാങ്കേതിക കാരണങ്ങളാൽ. അവർ പറഞ്ഞതാണ് അവരുടെ സ്റ്റോറുകളിലേക്ക് ഇന്ന് പുസ്തകം എത്തുമെന്നുള്ളത്. എന്തല്ല DC ബുക്സിനെതിരെയാണ് നിങ്ങൾ DGPക്ക് പരാതി കൊടുക്കേണ്ടത്, അല്ലാതെ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തുവിട്ടില്ല. പിന്നെ ചാനൽ ആദ്യം ബ്രേക്ക് ചെയ്ത കാര്യം ശ്രീ ഹാഫീസ്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആ ചാനൽ ആദ്യം ബ്രേക്ക് ചെയ്ത കാര്യവും പിന്നീട് മറ്റു ചാനലുകൾ പിന്തുടർന്നു, അതൊക്കെ മാധ്യമങ്ങളുടെ കാര്യം. അതവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യേണ്ട വിഷയം. പൊതുസമൂഹത്തിന് ചർച്ച ചെയ്യേണ്ട വിഷയം EP ജയരാജൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന, ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, EP ജയരാജൻ മാത്രം നല്ല പിള്ളയായി നിൽക്കുന്ന ഈ ആത്മകഥയിലെ വിവരങ്ങൾ ഒരു പോളിംഗ് ദിനത്തിൽ എന്തിന് പുറത്തുവിട്ടു? പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ ഇതുപോലെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിൽ പുറത്തുവിട്ടതാണ്. അപ്പൊ അതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് ശ്രീ ഹാഫീസ്, അല്ലാതെ മാധ്യമങ്ങൾ ആര് കൊടുത്തു, രണ്ടാമത് കൊടുത്തു എന്നൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തോളാം. അതല്ല നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇടത് മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യൂ. അല്ല, ഗോപികൃഷ്ണനല്ല ഈ കാര്യത്തിൽ അജണ്ട നിശ്ചയിക്കുന്നത്. എന്നെ സംസാരിക്കാൻ അനുവദിക്കാതാണെങ്കിൽ എന്നെ അങ്ങ് ഒഴിവാക്കി തരിക. അല്ല, താങ്കളാണല്ലോ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാതെ മാധ്യമങ്ങൾ ആദ്യം ബ്രേക്ക് ചെയ്ത് ആദ്യം ബ്രേക്ക് ചെയ്ത രണ്ടാമത് ബ്രേക്ക് ചെയ്തതാണല്ലോ ചർച്ച. അന്തരീക്ഷത്തിൽ കുറച്ച് ആണ്ടി വലിയ അടിക്കാരനാണെന്ന് ആണ്ടി പറഞ്ഞ കാര്യമല്ലല്ലോ ചർച്ച. ഇവിടെ നല്ല പിള്ള ചമയാൻ ശ്രമിക്കുന്നത് ആരാണെന്നുള്ളതാ ചർച്ച. ഇവിടെ കല്ല് വെച്ച നുണ ആരാണ് പറയുന്നതെന്നുള്ളതാ ചർച്ച. ഇവിടെ പാർട്ടിയെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുന്ന ഈ വിവരങ്ങൾ എഴുതിയിട്ട് പച്ച നുണ ആരാണ് പറയുന്നതെന്നുള്ളതാണ് ചർച്ച. അല്ലാതെ ആണ്ടി വലിയ അടിക്കാരനാണോ അല്ലേ എന്നുള്ളതല്ല ചർച്ച. ശ്രീ ഹാഫീസ്, ചോദ്യത്തിനല്ല മറുപടി പറയുന്നത്. അല്ലെ മാധ്യമങ്ങൾ ആദ്യം കൊടുത്തു രണ്ടാമത് കൊടുത്തു എന്നുള്ളതല്ല ചർച്ച. അതല്ല പൊതുസമൂഹത്തിന് അറിയേണ്ടത്. പൊതുസമൂഹത്തിന് അറിയേണ്ടത് EP ജയരാജന്റെ പേരിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ആത്മകഥയിൽ അത് അദ്ദേഹം പറഞ്ഞാണോ അല്ലേ എന്നുള്ളതാണ്. ശ്രീ ഹാഫീസ്, അല്ല, അദ്ദേഹം ഏത് ഭാഗമാണ് പറഞ്ഞ DGPക്ക് പരാതി കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നു. കൊടുക്കണം. പരാതി കൊടുക്കുമ്പോൾ DC ബുക്സിന്റെ പേര് എഴുതണം. പരാതി കൊടുക്കുമ്പോഴേ DC ബുക്സിന്റെ പേര് എഴുതണം, അല്ലാതെ വാർത്ത കൊടുത്ത മാധ്യമങ്ങൾക്കെതിരെ അല്ല പേര് എഴുതേണ്ടത്. അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പേരിൽ കൊടുത്തു. ആദ്യമായിട്ടല്ല 24-നെതിരെ EP പരാതി കൊടുത്തു. ഇന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ. ആദ്യമായിട്ടല്ല. അതെ, EPക്കെതിരെ വാർത്ത വരുമ്പോഴൊക്കെ EP പരാതി കൊടുക്കാറുണ്ട്. അദ്ദേഹം ഇനിയും കൊടുക്കുന്നു. അദ്ദേഹം കൊടുക്കട്ടെ. ഈ പരാതിയിലൊക്കെ എന്ത് സംഭവിച്ചു എന്ന് കൂടി നോക്കൂ ശ്രീ ഹാഫീസ്. ഇനി ഈ പരാതിയിൽ എന്താ സംഭവിക്കുന്നത് നോക്കൂ ശ്രീ ഹാഫീസ്. ഇൻഡിഗോയിൽ ഞാൻ കയറില്ല, ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇൻഡിഗോയിൽ കയറിപ്പോയ EPയെ നമുക്കറിയാം. അപ്പൊ പിന്നെ പരാതി കൊടുത്തു, നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തു. പരാതി കൊടുക്കുന്നത് വലിയ കാര്യമാണ്. പരാതി കൊടുത്ത ഉടനെ ഞങ്ങളൊക്കെ വലിയ കുറ്റക്കാരായി, ഇനി ഞങ്ങളൊക്കെ പ്രതി ചേർത്തു എന്ന് പറയുന്ന പോലെയാണല്ലോ ശ്രീ ഹാഫീസ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പരാതി കൊടുക്കുന്നു. EPക്കെതിരെയും പരാതി കൊടുക്കാലോ. EPക്കെതിരെ DC ബുക്സ് പരാതി കൊടുക്കുമെന്ന് നോക്കാം. ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ മാധ്യമങ്ങൾ ആദ്യം ബ്രേക്ക് ചെയ്തു, രണ്ടാമത് ബ്രേക്ക് ചെയ്തു. അതൊക്കെയാണ് ശ്രീ ഹാഫീസ് താങ്കളോടുള്ള ചോദ്യം. EP ജയരാജൻ ആരാ ഇവിടെ കല്ല് വെച്ച നുണ പറയുന്നതാണ് ചോദ്യം. ആരാണ് കല്ല് വെച്ച നുണ പറയുന്നതാണ് ചോദ്യം. ഗോപികൃഷ്ണ, നിങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ പറ്റത്തില്ല. ഞാൻ പറയുന്ന അവിടെ കേൾക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കേൾക്കുക. DGPക്ക് കൊടുത്ത പരാതിക്കകത്ത് DC ബുക്സിന്റെ പേരാണോ 24-ന്റെ പേരാണോ ചേർക്കേണ്ടത് തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, സഖാവ് EP ജയരാജനാണ്. അപ്പൊ ഞങ്ങൾ എന്ത് വാർത്ത കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ്, EP ജയരാജനല്ല. ഞങ്ങൾ എന്ത് വാർത്ത കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. പൊതുസമൂഹത്തിന് എന്താണ് അറിയിക്കേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിക്കും. EP ജയരാജൻ അല്ല തീരുമാനിക്കുന്നത്. ശ്രീ ജിജി ജോസഫ്, ഈ BJP ബന്ധം എന്നത് EP ജയരാജനെതിരെ ഉയർന്ന വലിയ രാഷ്ട്രീയ ആരോപണമായിരുന്നു. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിന്റെ പേരിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം അറ്റുപോയി എന്നതിൽ EPക്കുള്ള ഖേദം, അദ്ദേഹത്തിനുള്ള വേദന അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് EP ജയരാജനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ EP ഇവിടെ പറയുന്നത് ശോഭയെ കണ്ടത് ഒരേ ഒരു തവണയാണ്, അത് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിന്റെ സമയത്താണെന്നാണ്. അപ്പോൾ BJP ബന്ധത്തിന്റെ പേരിൽ കരിനിഴലിലാക്കപ്പെട്ട EP സ്വയം ന്യായീകരിക്കുന്ന വിവരവും ഈ ആത്മകഥയിൽ വരുന്നുണ്ട്. പിന്നെ എന്തിന് EP ഇതൊക്കെ തള്ളി പറയണം? എന്താണ് BJP കാണുന്നത്? ശ്രീ ജിജി, എന്റെ ഇയർഫോൺ തിരിച്ചു കിട്ടുന്നവരെ, എനിക്ക് ആ സംഭാഷണം തിരിച്ചു കിട്ടുന്നവരെ എന്റെ ക്യാമറ നിങ്ങൾ ശ്രീ ജിജി. അല്ല, ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഭയങ്കര തമാശയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യ മുഴുവനും പ്രസംഗിച്ചു നടക്കുന്നവരാണ്. സ്വന്തം പാർട്ടിയിലെ സെൻട്രൽ കമ്മിറ്റി മെമ്പർക്ക് പുസ്തകം ഇറക്കാൻ പറ്റില്ല. ഇങ്ങനൊരു പുസ്തകം ഇല്ല എന്ന്, അത് വ്യാജമാണ് എന്ന് പറയാൻ
DC ബുക്സിനെ കുറിച്ച് പറയാനൊന്നും പറ്റില്ല. ബാക്കിയുള്ളവരെല്ലാം ഈ എത്ര കാലമായി DC ബുക്സിനെ കുറിച്ച് അറിയാവുന്നു? അവരങ്ങനെ ചെയ്യുമോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ ഇതൊന്നും എൻ്റെ ചെറുപ്പകാലം എഴുതിയതൊന്നും ഞാനല്ല, വേറെ ആരോ വന്ന് എഴുതിപ്പോയി എന്നാ പറയുന്നത്. ഒന്നുമല്ല. ചേലക്കരയിൽ അദ്ദേഹം വന്നില്ലല്ലോ. CPMൻ്റെ സീറ്റായിരുന്നു. CPMൻ്റെ ആളാണ് അവിടുന്ന് മാറിപ്പോയത്. വീണ്ടും മത്സരം വന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് EP തിരിഞ്ഞു നോക്കിയിട്ടില്ല CPM. EP ഒരു വെടിപൊട്ടിച്ചു. പിറ്റേ ദിവസം പാലക്കാടുണ്ടെന്ന് പറയുന്നു. അത് നേരത്തെ ചാർട്ട് ചെയ്താന്ന് പറയുന്നു. ഈ ചേലക്കര ഇവർക്ക് വേണ്ടേ? പാലക്കാട് സ്ഥാനാർത്ഥിയെക്കുറിച്ച് അദ്ദേഹം പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് പുറത്തു വന്നു. അപ്പം തന്നെ അടുത്ത അദ്ദേഹം വരവായി. ഞാൻ പറയുന്നത് ഈ EP ആരെയോ ഭയക്കുന്നുണ്ട്. EPക്ക് കണ്ണൂർ ജീവിക്കാൻ സാധിക്കില്ല. പല കാര്യങ്ങളും കാണിച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യവും മാറ്റിവെച്ചു. DC ഒഫീഷ്യലായിട്ട് വിട്ടതല്ലേ വെബ്സൈറ്റിൽ. അപ്പോൾ ഒഫീഷ്യലായിട്ട് വിട്ട ആൾക്കെതിരെ പരാമർശം വേണ്ടേ? പരാതി കൊടുക്കുമ്പോൾ ആരോ കൊടുത്തു എന്ന് പറയാൻ എന്താ ഉള്ളത്? ആരോ കൊടുത്തെന്ന് എല്ലാവർക്കും അറിയാം. പുള്ളിക്ക് മാത്രമാണ് അറിയാത്തത്? എല്ലാവർക്കും അറിയാം. പാർട്ടിക്കും അറിയാം. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ചെറിയ അബദ്ധം പറ്റിയതാണെങ്കിൽ പാർട്ടി തിരുത്തണ്ടേ? അങ്ങനെയല്ല. DC ബുക്സ് എന്ന് എഴുതൂ, അവരാണല്ലോ പറഞ്ഞത്, അല്ലാതെ വേറെ ആരോ കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. BJP ബന്ധവും BJPയുടെ പ്രശ്നവും BJPയുമായി ബന്ധപ്പെട്ടതൊന്നുമല്ല കാര്യം. അദ്ദേഹത്തെ പോലെയുള്ള വളരെ മുതിർന്ന ആളുകളെ ഈ പാർട്ടി തഴയുകയാണ്. വളരെ അല്ല ശ്രീ ജിജി ജോസഫ്, അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിനകത്ത് നുണ പറയുന്നത് ആരാണ്, ഇതിനകത്ത് അവാസ്തവമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആരാണ് എന്നൊക്കെ ചർച്ച ചെയ്യണമെന്ന്. അങ്ങനെയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനാണോ EP ജയരാജനാണോ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് നുണ പറയുന്നത് എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണല്ലോ. ശോഭാ സുരേന്ദ്രനെ കണ്ടത് ഒരേ ഒരു തവണയാണ്, അത് ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിലാണ് എന്ന് EP പറയുന്നുണ്ട്. പ്രകാശ് ജാവ്ദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് അദ്ദേഹം പറയുന്ന എല്ലാവരെയും കാണുന്ന കൂട്ടത്തിലാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അതല്ലാതെ അതിനപ്പുറം താല്പര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പ്രകാശ് ജാവ്ദേക്കർ അന്ന് ആദ്യം നിശബ്ദത പാലിച്ചതൊക്കെ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നുണ ആരാണ് പറയുന്നത് എന്നതുകൂടി പരിശോധിക്കപ്പെടില്ലേ ഈ പുസ്തകത്തിലെ ഉള്ളടക്കത്തിന്റെ വെളിച്ചത്തിൽ? അല്ല, ഈ പുസ്തകത്തിലെ എല്ലാ സത്യവും വിളിച്ചു പറയണമെന്നില്ല. കാരണം ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ കണ്ടു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. EP പറയുന്നു ഞാൻ ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിൻ്റെ സമയത്താണ് കണ്ടതെന്ന് പറഞ്ഞു. ഇന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം, ടവർ ലൊക്കേഷൻ, 2 മൊബൈലുകളിലെ ടവർ ലൊക്കേഷൻ എടുത്ത് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. പരിശോധിക്കാമല്ലോ? അങ്ങനെ ഇല്ല. അതുകൊണ്ട് ശോഭയ്ക്കെതിരെ പരാതി കൊടുക്കാമല്ലോ. ശ്രീമതി ശോഭാ സുരേന്ദ്രനെതിരെ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തി എനിക്കെതിരെ ആക്ഷേപം പറയുകയാണ്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്തൊരു കാര്യം കണ്ടു എന്ന് പറഞ്ഞ് രാഷ്ട്രീയപരമായി എൻ്റെ പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിനുള്ളിലും വേട്ടയാടാൻ നോക്കിയാണ്. അതുകൊണ്ട് ഇതിനെതിരെ ഈ ശോഭാ സുരേന്ദ്രൻ വ്യാജമായി ഉണ്ടാക്കുന്ന ഈ നിർമ്മിതികൾക്കെതിരെ, ഈ വാർത്തകൾക്കെതിരെ നടപടി വേണമെന്ന് DGPക്ക് പരാതി കൊടുക്കാമല്ലോ. സൈബർ സെല്ലിന് പരാതി. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുമല്ലോ എവിടെയാണ് കൊടുക്കേണ്ടത്. സൈബർ തെളിവ് കൊണ്ടുവരാൻ ശ്രീമതി ശോഭാ സുരേന്ദ്രന് സാധിക്കുമല്ലോ. സൈബർ സെല്ലുണ്ടല്ലോ, അത് അന്വേഷിക്കാമല്ലോ. അപ്പോൾ അതല്ലേ പറഞ്ഞേ, എല്ലാ കാര്യമൊന്നും പറയാൻ EPക്ക് ധൈര്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കി, ഇത് ഞാൻ DCക്ക് കൊടുത്തിട്ടില്ല, ഞാൻ മാതൃഭൂമിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. DC അനൗദ്യോഗികമായിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത് ആ എഗ്രിമെൻ്റ് ഉണ്ട് എന്നുള്ളതാണ്. ഈ പുസ്തകം ഞങ്ങൾ ഇനി പ്രസിദ്ധീകരിക്കുന്നില്ലെന്ന് അവർ പറഞ്ഞിട്ടില്ല. ചില സാങ്കേതിക കാരണങ്ങളാൽ എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിലൊരു കാര്യം മനസ്സിലാക്കണം, ഇങ്ങനൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം അച്ചടിക്കാൻ പോകുന്നത് DC തന്നെയാണ്. പക്ഷേ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ വന്നതുകൊണ്ട് EPയെ ചെവിക്ക് പിടിച്ചു. EP അപ്പോൾ EPക്കും ചാൻസ് കൊടുത്തു. ചെവിക്ക് പിടിക്കുക മാത്രമല്ല, നിങ്ങൾ പാലക്കാട്ടേക്ക് കൂടി വരണം എന്ന് ചാൻസ് കൊടുത്തു. ഈ ചിത്രത്തിലൊന്നുമില്ലാത്ത EP പെട്ടെന്ന് ചിത്രത്തിലെത്തി, രാഷ്ട്രീയത്തിലെത്തി. ഒരു രാഷ്ട്രീയക്കാരൻ സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കുറേ കാലം വീട്ടിലിരിക്കുമ്പോൾ അവർക്കൊരു അസ്വസ്ഥത ഉണ്ടാവും.
ഈ അസ്വസ്ഥതയാണ് ഇതിൻ്റെ അകത്തുണ്ടായ പ്രശ്നങ്ങളെല്ലാം ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ദിവസം തന്നെ ഇത് വരാനുള്ള കാരണവും. അല്ലാതെ ഇതൊന്നും വളരെ നിഷ്കളങ്കമായ പാവം EP ജയരാജൻ ഒന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തരമില്ല. പിന്നെ പരാതി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് CPM ഓഫീസ് സെക്രട്ടറിയോട് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിൽ ഒഫീഷ്യലായിട്ട് ഇത് ഞങ്ങൾ ഇറക്കാൻ പോകുന്ന പുസ്തകമാണ് എന്ന് പറഞ്ഞിട്ടുള്ള DC-യുടെ പേരെഴുതണമെന്ന് തന്നെ സ്റ്റേറ്റ് ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി പറഞ്ഞു തരും. ശരി, ഇതിലെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് ഒരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ, 3 ഉപതെരഞ്ഞെടുപ്പും പാർട്ടിയും എന്ന ശീർഷകത്തിൽ വന്നിരിക്കുന്ന ഭാഗത്ത് ഈ 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് EP വളരെ ആസൂത്രിതമായി, വളരെ കാൽക്കുലേറ്റഡായി ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിൽ തന്നെ ഇതിന്റെ ഉള്ളടക്കത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വരട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടാകും എന്ന് ഇപ്പോൾ ഇവിടെ ചിലരൊക്കെ പറഞ്ഞതുപോലെ അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? അതോ EP പോലും അറിയാതെ ഇതിന്റെ ഉള്ളടക്കത്തിന്റെ ഒരു ഭാഗം? ഇപ്പോൾ വിജയരാഘവന്റെ രാവിലത്തെ പ്രതികരണം വളരെ രസമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ചാനലുകൾക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് വാർത്ത വേണം, അത് നിങ്ങൾ ഉണ്ടാക്കുന്നു. DC ബുക്സിന് ബിസിനസ് വേണം, അത് അവരുണ്ടാക്കുന്നു. അതിന്റെ ഭാഗമാണ് ഈ വിവാദം എന്നാണ്. അങ്ങനെ കണ്ടാൽ മതിയോ ഇതിനെ? തീർച്ചയായിട്ടും അല്ല. ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പുസ്തകം ഇതിൽ ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ഇതിൻ്റെ കണ്ടന്റ് അത് EP ജയരാജൻ എഴുതിയതാണോ അല്ലയോ എന്നുള്ളതാണല്ലോ പ്രശ്നം. EP ജയരാജനാണ് എഴുതിയിട്ടുള്ളത് എങ്കിൽ വളരെ കൃത്യമായിട്ടും അത് പ്രത്യേക ലക്ഷ്യത്തോടു കൂടി തന്നെ എഴുതിയതാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഇവിടെ ഹഫീസ് എന്നെപ്പറ്റി പറഞ്ഞ് ഞാൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ എന്തെല്ലാമോ പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന IPC-യും BNS-ഉം തമ്മിൽ മാറ്റമുണ്ട്, അത് BNS വന്നുകൊണ്ട് IPC മാറിയെന്നാണ്. എന്ത് മാറ്റമാണ് IPC-യിലും BNS-ലും ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ എടുക്കേണ്ട പ്രൊസീജിയറിനെ കുറിച്ച് മാറ്റം എന്നത് എനിക്ക് മനസ്സിലായില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ ഒരു പരാതി കിട്ടിയാൽ ഉടനെ അറസ്റ്റ് ചെയ്യുക, കേസ് ചാർജ് ഷീറ്റ് ചെയ്യുക എന്നുള്ളതല്ലല്ലോ പണ്ടുമുള്ളത്. FIR ഇടണം, പ്രാഥമിക അന്വേഷണം നടത്താൻ ഇവിടുത്തെ DGP ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലെ SHOക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ പ്രാഥമിക അന്വേഷണം നടത്താൻ? അത് നടത്തിയിട്ടില്ല എന്നതാണ് ഞാൻ പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയേണ്ടത്. അങ്ങനെ കണ്ടുപിടിച്ചാൽ ഇതിൽ വളരെ വ്യക്തമാണ് ഇത് EP ജയരാജൻ എഴുതിയതാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കൽ. കാരണം ഇത് അന്വേഷണത്തിൽ വളരെ ഞാനിപ്പോൾ ഗോപികൃഷ്ണൻ്റെ പോക്കറ്റ് അടിച്ചു നോക്കിയാൽ, അല്ല ഗോപികൃഷ്ണൻ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞു, ഗോപികൃഷ്ണനെതിരെ വ്യാജരേഖ ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഞാനത് ഓൺ ചെയ്യുന്നു കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഇരുട്ടിൽ തപ്പേണ്ട കാര്യമില്ലല്ലോ. 24 ആണ് പുറത്തു വിട്ടത്, വേറെ ആരെങ്കിലും ആണെന്നുള്ളല്ലോ. ആരാണിത് ചെയ്തതെന്ന് കൃത്യമായിട്ട് DC ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരാതിയിൽ കൃത്യമായിട്ട് ഉണ്ടാവണം. അത് വെച്ചുകൊണ്ട് തന്നെ പോലീസിന് കേസ് പിന്നെ FIR ഇടാവുന്നതാണ്. അങ്ങനെ FIR ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. ഇതുവരെ ഈ നിമിഷം വരെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം FIR ഇട്ടിട്ടില്ല. പിന്നെ ഇത് അവർ പറയുന്ന പോലെ ഇതൊരു എഗ്രിമെൻ്റ് ഉണ്ട് എങ്കിൽ അത് DC-യാണ് പറയേണ്ടത്. എഗ്രിമെൻ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എഗ്രിമെൻ്റ് ഉണ്ട് എങ്കിൽ ആ EP ജയരാജൻ എഴുതിയിട്ടുള്ളതാണ്. EP ജയരാജനാണ് ഇത് എഴുതിയതെങ്കിൽ വളരെ കൃത്യമായിട്ട് അന്നത്തെ പ്രതികരണം എല്ലാവരും പറയുന്ന പോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അദ്ദേഹം നടത്തിയുള്ള പ്രതികരണം ഉണ്ടല്ലോ, ജാവ്ദേക്കറെ കണ്ടോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച്. വോട്ടെടുപ്പ് ദിവസം അദ്ദേഹത്തിന് മിണ്ടാതിരിക്കാമായിരുന്നു. ഞാൻ ജാവ്ദേക്കറെ കണ്ടോ ഇല്ലയോ 100 തവണ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോഴും ഞാൻ കണ്ടിട്ടുണ്ടെന്നോ ഇല്ലെന്നോ പറയാതെ ഇതൊക്കെ വ്യാജമാണ്, എന്തെങ്കിലും തരത്തിൽ തടി തപ്പാവുന്ന അല്ലെങ്കിൽ ഇത് ഒഴിഞ്ഞു മാറാവുന്ന എന്തെല്ലാം പ്രതികരണങ്ങൾ നടത്താമായിരുന്നു. എന്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് അതേ ദിവസം അങ്ങ് ആ രീതിയിൽ പ്രതികരിച്ചത്? ഇവിടെ ഇപ്പോൾ പുസ്തകത്തിൽ നൽകുന്ന വിശദീകരണം അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം അല്ലാന്ന് ഇപ്പൊ പറയുന്നു. ഏതായാലും നമ്മുടെ കയ്യിലുള്ള ഉള്ളടക്കത്തിൽ പറയുന്ന ഭാഗം അദ്ദേഹം പറയുന്നത് അന്ന് പാർട്ടി പ്രതിരോധത്തിലാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് തുറന്നു പറഞ്ഞത്, അത് എല്ലാവരും കാണുന്ന കൂട്ടത്തിൽ കണ്ടു എന്ന് വളരെ നിഷ്കളങ്കമായി ഞാനത് പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ശ്രീ എ സജീവൻ, ഇന്നേ ദിവസം തന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് അന്ന് പോളിംഗ് ദിനത്തിൽ തന്നെ EP ജയരാജൻ അങ്ങനെ പറഞ്ഞു എന്ന് സംശയിക്കുന്നത് പോലെ തന്നെ ഇന്നേ ദിവസം തന്നെ ഇതിലെ സർക്കാരിനെയും പാർട്ടിയെയും വിമർശിക്കുന്ന, അവരെ തിരുത്തൽ വേണമെന്ന് പറയുന്ന, നിർബന്ധിക്കുന്ന അത്തരം ഭാഗങ്ങളൊക്കെ ഇന്ന് തന്നെ പുറത്തു വരണമെന്ന ഒരു പ്രീ കാൽക്കുലേഷൻ EP ജയരാജൻ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ ബോധപൂർവം ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ സംശയിക്കുമോ എന്നാണ് എനിക്കറിയേണ്ടത്.
അല്ല, സംശയിക്കാം, തീർച്ചയായിട്ടും സംശയിക്കാം. പക്ഷേ ഇവിടെ ഞാൻ ആ സംശയം പോലും മാറ്റിവെക്കുന്നു. അത് തെളിയിക്കേണ്ടത് ഞാൻ അത് അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടി ചെയ്തിട്ടില്ല, എൻ്റെ ഒരു വാക്ക് പോലും ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ള കാര്യത്തിലില്ല എന്ന് അദ്ദേഹം തെളിയിക്കണമെങ്കിൽ അതാണ് പറഞ്ഞത്. ഉടനെ തന്നെ പോലീസ് വക്കീൽ നോട്ടീസ് അയക്കുകയല്ല വേണ്ടത്, പോലീസ് നടപടി ശക്തമാക്കണം. അത് അദ്ദേഹം UDF ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരാതി നൽകിയതെങ്കിൽ ഡിലേ വന്നാൽ പ്രശ്നമില്ല. പക്ഷേ LDF ഭരിക്കുമ്പോഴാണ് ഇത് സർക്കാരിനെ കരിവാരിത്തേക്കുന്നതാണ്, ഇവിടെയുള്ള പിന്നെ സ്ഥാനാർത്ഥിയെ സരിനെ കരിവാരിത്തേക്കുന്നതാണ്, EP യെ കരിവാരിത്തേക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മുന്നണിയെയും പ്രസ്ഥാനത്തെ പാർട്ടിയെയും കരിവാരിത്തേക്കുന്ന കാര്യമാണ്. ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടായിട്ട് അത് സ്പീഡ് അത് സത്യത്തിൽ EP ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കേരള പോലീസ് വളരെ ജാഗ്രതയോട് കൂടിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ആഭ്യന്തര വകുപ്പ് കർക്കശമായ നിർദ്ദേശം കൊടുക്കാനാണ്. ഇങ്ങനെ ഇല്ല എങ്കിൽ EP എഴുതിയതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തെളിയിക്കണമല്ലോ. ശരി, അതല്ലെങ്കിൽ അതിനുള്ള നടപടികളിലേക്ക് പോവാതെ അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചു എന്ന് പറയുമ്പോഴാണ് സംശയം തോന്നുന്നത്. റോജിയം ജോൺ, എന്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്? ഈ ആത്മകഥാ വിവാദത്തിൽ നുണ പറയുന്നത് ആരെന്ന് കണ്ടെത്താനാണോ, അതോ ഇതിലെ ഉള്ളടക്കത്തിന്റെ പേരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ എന്നതിലാണോ? ഗോപികൃഷ്ണൻ, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് ഈ മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണിനെക്കുറിച്ചും ഒക്കെ ഘോരഘോരം പ്രസംഗിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഇവിടെ 24-ന്റെ മേലെ മെക്കിട്ട് കയറുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ വാർത്ത ആദ്യമേ നേരത്തെ പറഞ്ഞതുപോലെ DC ബുക്സ് തന്നെ ആദ്യമേ ഇതിനെക്കുറിച്ച് ഇന്നലെ തന്നെ വാർത്ത കൊടുക്കുന്നു. അത് EP ജയരാജനെ ടാഗ് ചെയ്തുകൊണ്ട് അവരുടെ പോസ്റ്റ് വരുന്നു. അതിനകത്തുള്ള കണ്ടന്റ് നിങ്ങൾ 24 ഒരു അന്വേഷണാത്മക മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് 24 അത് പുറത്തു വിടുന്നു. എന്തായാലും 24 എഴുതിയുണ്ടാക്കിയ ഒരു ബുക്കാണ് ഇത് എന്നുള്ള ആരോപണം CPMൻ്റെ ഭാഗത്ത് നിന്ന് ആരും ഉന്നയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 24-ന്റെ മേലെ മെക്കിട്ട് കയറുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ EP ജയരാജൻ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഉള്ള ഒരു തർക്കമാണല്ലോ ഇവിടെ നിൽക്കുന്നത്. ആ കാര്യങ്ങൾ ഇവിടെ എല്ലാവരും നേരത്തെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണെന്നേ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയം പാളി, അത് ആർക്കും അറിയാൻ പാടില്ലാത്ത റിസൾട്ട് വന്നപ്പോൾ നമുക്ക് മനസ്സിലായതല്ലേ. രണ്ടാം പിണറായി സർക്കാർ ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് ദുർബലമാണ്, അത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്. യാതൊരു തരത്തിലും ഒന്നുമായി ഒരു വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത പരാജയപ്പെട്ട ഒരു സർക്കാരാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. P സരിനെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം P സരിൻ വയ്യാവേലി ആകുമെന്ന് EP ജയരാജൻ പറയുന്നു. ഇത് ആരാ പറയാത്തത്? ഇത് എല്ലാവരും CPMനകത്തും പുറത്തുമൊക്കെ ഉള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ? അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി നിർണ്ണയം ഈ 3 സ്ഥാനാർത്ഥികളെയും അല്ലെങ്കിൽ ചേലക്കരയിൽ ഉൾപ്പെടെ ബാധിക്കുമെന്ന് EP ജയരാജൻ പറയുമ്പോൾ അതൊന്നും പുതുമയുള്ള കാര്യങ്ങളല്ലല്ലോ. ഇവിടെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇത് CPMനെ ബാധിച്ചിരിക്കുന്ന ജീർണതയുടെ ആഴത്തെക്കുറിച്ചുമൊക്കെ ആയിട്ടുള്ള വിവരങ്ങളല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് മറുപടി പറയേണ്ടത് CPM തന്നെയാണ്, അല്ലെങ്കിൽ EP ജയരാജൻ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റ് CPMലെ മറ്റ് നേതാക്കന്മാരാണ്. ഇത് ഇവിടെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. ഇതെനിക്ക് സംശയം ഇത്ര 2 കാര്യങ്ങളെയും നമുക്ക് നോക്കിക്കാണേണ്ടതായിട്ടുള്ളൂ. 20-ാം തീയതി കഴിഞ്ഞാൽ ഒരുപക്ഷെ EP ഇതെല്ലാം സമ്മതിച്ചെന്ന് വരുന്നേ. EP ചിലപ്പോൾ പറയും ഞാനതൊക്കെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് എന്ന് ഒരുപക്ഷെ EP തന്നെ ചിലപ്പോൾ 20-ാം തീയതിക്ക് ശേഷം പറഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടേണ്ടുന്ന കാര്യങ്ങളാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ CPM പരാജയപ്പെടുമെന്നുള്ളത് EP ജയരാജന് നല്ല രീതിയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അത് മുൻകൂറായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമാകുന്ന കാര്യവുമായിരിക്കും. നിലകൊള്ളേണ്ടി വരിക എന്നതാണോ CPMന് മുന്നിലുള്ളത്? അതല്ല ഇത് EP യെ വിശ്വസിച്ച് ഈ വിവാദം അങ്ങനെ തീരട്ടെ എന്നതാണോ? അല്ല, CPMന്റെ കാര്യം പറയേണ്ടത് എൻ്റെ പൊന്നു ഗോപികൃഷ്ണ, CPM അവരുടെ പ്രതിനിധികളുമാണ്. അവരുടെ പാർട്ടിയെ സംബന്ധിച്ച് പറയാനുള്ള അവകാശവും അധികാരവും ഒന്നും എനിക്കില്ല. അല്ല, താങ്കളുടെ ഇടത് സഹയാത്രികൻ എന്ന നിലയിൽ ഞാൻ അഭിപ്രായം ചോദിച്ചതാണ്. അല്ല ഞാൻ ഇടത് സഹയാത്രികൻ എന്ന് പറയുന്നതോടൊപ്പം തന്നെ അങ്ങ് എന്നെ അവതരിപ്പിച്ചത് കേരള കോൺഗ്രസ് നേതാവും ഇടത് സഹയാത്രികൻ എന്ന രീതിയിലാണ്. അപ്പം അവരുടെ പാർട്ടിക്ക് അവരുടേതായ ചട്ടക്കൂടുണ്ട്, അതിനെക്കുറിച്ച് പറയാൻ അവരുടെ പാർട്ടി നേതൃത്വമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഇങ്ങനൊരു ബാലിശമായ കാര്യങ്ങൾ പുറത്തു വിട്ടിട്ട് ജനങ്ങളുടെ കൈയടിയോ ശ്രദ്ധയോ നേടേണ്ട ഒരു നേതാവല്ല VP ജയരാജൻ. അങ്ങക്ക് എന്തെങ്കിലും അദ്ദേഹത്തിനെ കുറിച്ച് വിരോധമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തെ അടുത്തറിയുന്ന എല്ലാവർക്കും പറയാം, ആ കാണുന്ന ശരീരഭാഷയ്ക്ക് അപ്പുറത്തേക്ക് മനുഷ്യ സ്നേഹം നിറഞ്ഞ ഒരു ഇടപെടൽ നടത്തുന്ന, ഹൃദയപൂർവ്വം ജനങ്ങളെ സമീപിക്കുന്ന, എവിടെയും ചെന്നാലും മാധ്യമപ്രവർത്തകരോട് പോലും അദ്ദേഹം ഇടപെടുന്ന ഈ VD സതീശനൊക്കെ ധിക്കാരമായി നിങ്ങളോട് പെരുമാറല്ലേ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട്? ഇദ്ദേഹം അങ്ങനെ എവിടെയെങ്കിലും വ്യക്തിപരമായി കാണുന്നത്? എനിക്കൊക്കെ അദ്ദേഹത്തോട് വളരെ ഊഷ്മളമായ ബന്ധമാണുള്ളത്, EP യുമായിട്ടൊക്കെ. ഞാൻ പറഞ്ഞത്
അല്ല, ഏത് നിങ്ങൾ രാഷ്ട്രീയ വ്യക്തിപരമായി നേതാവിനോടാണ് തന്നെ നമുക്ക് ആ നിലയിൽ വ്യക്തിപരമായി വിരോധമോ അകൽച്ചയോ ഉള്ളത്? അല്ല, അങ്ങനെയല്ലല്ലോ, നമ്മളൊരു അല്ല, നിങ്ങൾ- ഇഷ്യൂവിന്റെ അതല്ല, പുറത്തല്ലേ സംസാരിക്കുന്നത്. ഗോപീഷ്ണ സമയം ചുരുക്കമല്ലേ, ചെറിയ സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് BJPയുടെ പ്രതിനിധിക്ക് കൂടെ വഴങ്ങി കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾ അങ്ങ് എടുത്തു പറഞ്ഞു EP ജയരാജൻ ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട്, എന്തായെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു മനോരമയ്ക്കെതിരെ കൊടുത്ത കേസിൽ 10 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് നഷ്ടപരിഹാരം ബഹുമാനപ്പെട്ട കോടതി വിധിച്ചിരിക്കുന്നത്. അദ്ദേഹം വ്യക്തിപരമായി തന്നെയല്ലേ അങ്ങ് ചോദിച്ചത് അദ്ദേഹം ഈ ഇൻഡിഗോ വിമാനത്തിൽ കയറുന്നത്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം ഒരു വൈകാരികമായ തീരുമാനമെടുത്ത് ഇൻഡിഗോയുടെ പ്രതികൾ അദ്ദേഹത്തിന് മാപ്പ് പറഞ്ഞ് മെയിൽ അയച്ചു. അതിൻ്റെ പ്രതികൾ അദ്ദേഹത്തെ പോയി കണ്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ മരണപ്പെട്ടു, ജ്യേഷ്ഠ സഹപ്രവർത്തകൻ, വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന പ്രിയപ്പെട്ട സീതാറാം ഇൻഡിഗോ മാപ്പ് പറഞ്ഞിട്ടില്ല. ഇൻഡിഗോ എവിടെ മാപ്പ് പറഞ്ഞു? ഇൻഡിഗോ മാപ്പ് പറഞ്ഞത് ഞാനും അറിയില്ല. ഇൻഡിഗോ മാപ്പ് പറഞ്ഞ കാര്യം ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഇൻഡിഗോ നിങ്ങൾ അറിയാതെ പോയത് എന്റെ മാപ്പ് കുഴപ്പമല്ല. പറഞ്ഞതായിട്ട് EP ജയരാജൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇൻഡിഗോ പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞ ആരാണ്? ഇത് ഇൻഡിഗോ ഇത് മാപ്പ് MLA. EP ജയരാജൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് വേറെ MLA ആരും റോജി. കണ്ടിട്ടില്ല. MLA പറയട്ടെ, ഞാൻ MLA ബഹുമാനപ്പെട്ട എന്ന് പറഞ്ഞത് തന്നെ തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. ഹാഫിസ് ഇൻഡിഗോ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് ഇൻഡിഗോ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറയല്ലേ. ഇൻഡിഗോ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് ഇൻഡിഗോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആക്രമിക്കാൻ വന്നവന്മാരെ പ്രതിരോധിച്ചു എന്നുള്ള തെറ്റ് അല്ല, ശരി. ഏതായാലും ഈ പാനലിസ്റ്റുകളോട് എനിക്ക് പറയാനുള്ളത്, ഇത് ഇന്നത്തോടുകൂടി അവസാനിക്കുന്ന ഒരു ചർച്ചയാകില്ല. കാരണം വിവാദം ഇന്നത്തോടുകൂടി അവസാനിക്കുമെന്ന് കരുതാൻ കഴിയില്ല. നാളെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ EP ഒരുപക്ഷെ ഈ വിവാദങ്ങൾക്ക് വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹം പബ്ലിക്കായി മറുപടി പറഞ്ഞേക്കും. പക്ഷെ അപ്പോഴും ആത്മകഥാ വിവാദത്തിൽ നുണ പറഞ്ഞതാരാണ്, ഈ സമയത്ത് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരാൻ ആഗ്രഹിച്ചതാരാണ്, ആരുടെയൊക്കെ ഗൂഢാലോചന ഇതിലൂടെ പുറത്തു വരാൻ പോകുന്നു, ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരമുണ്ടാകണം. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇവിടെ പൂർത്തിയാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം കാണാം.